ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ ഇടവം രാശി സ്ഥിതി കൊണ്ട് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. ചൊവ്വാഗ്രഹം അത് പ്രബല ഗ്രഹമാണ്, സൈന്യാധിപനാണ്, ഗ്രഹങ്ങളിൽ വെച്ച് സൈന്യാധിപനാണ്. ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും പ്രകടമായ ആ സാഹസികതയെയൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. ഏത് കാര്യങ്ങൾക്കും പ്രവർത്തന സജ്ജമാകുവാൻ ചൊവ്വ അനുഗ്രഹം ചൊരിയണം. വൃശ്ചികം രാശിക്കാർക്ക് ചൊവ്വ അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. അത് 2026 ജൂൺ മാസം 20-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി വരെയാണ് അങ്ങനെ ആ ചൊവ്വാഗ്രഹം ഇടവം രാശിയിൽ നിൽക്കുന്നത്. കൊല്ലവർഷം 1201-ാം ആണ്ട് മിഥുനമാസം 6-ാം തീയതി മുതൽ ഇടവമാസം 17-ാം തീയതി വരെയാണ് ആ ദിവസങ്ങൾ. ചൊവ്വയെ സംബന്ധിക്കുന്നിടത്തോളം സ്വന്തം ക്ഷേത്രം, അതായത് സ്വക്ഷേത്രമായിരുന്നല്ലോ മേടം രാശി. ആ സ്വക്ഷേത്രം വിട്ട് സമക്ഷേത്രം, ശുക്രനും ചൊവ്വയും സമനാണ്. അങ്ങനെയുള്ള സമക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. അത് വളരെ അനുഗ്രഹപ്രദമാണ്. 2 പേര് സൗഹൃദത്തിലുള്ള ആൾക്കാർ ഒന്നിച്ച്, അല്ലെങ്കിൽ സൗഹൃദം ഉള്ള ആളിൻ്റെ വീട്ടിൽ ചെല്ലുന്നതും ശത്രുവിൻ്റെ വീട്ടിൽ ചെല്ലുന്നതും വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ചൊവ്വ അവിടെ അനുഗ്രഹം ചൊരിയത്തക്ക രീതിയിൽ പവർഫുള്ളായിട്ടാണ്, അല്ലെങ്കിൽ വളരെ ശക്തി, എല്ലാവർക്കും അനുഗ്രഹം ചൊരിയത്തക്ക രീതിയിലാണ് ആ ചൊവ്വയുടെ സ്ഥിതി. വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപനായ ചൊവ്വയാണ്. സമക്ഷേത്രമായ നിവൃത്തി സ്ഥാനം, ഏത് കാര്യങ്ങൾക്കും ഒരു നിവൃത്തി ഉണ്ടാകുക വളരെ അനിവാര്യമാണല്ലോ. അങ്ങനെ ഉള്ള രാശിയിലേക്ക് മാറിയിരിക്കുന്നു. പല വിധത്തിലുള്ള അനിഷ്ടാവസ്ഥകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക്, ഈ വൃശ്ചികം രാശിക്കാരായിരിക്കുന്നവർക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ദൈവാനുഗ്രഹം നല്ലതുപോലെ ഉള്ള ഒരു സമയം കൂടി ആയതിനാലും രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും, അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുവാൻ യോഗമുണ്ട്. ശ്രേയസ്സും യശസ്സും എന്ന് പറയുമ്പോൾ കലാകാരന്മാരായിരിക്കുന്നവർക്കോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രം ആകണമെന്നില്ല. അത് അപ്രതീക്ഷിതമായി ചില പ്രസിദ്ധികൾ വന്നു ചേരുക കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്ക്, സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വളരെ അനുകൂലമാണ് ഈ ചൊവ്വയുടെ സ്ഥിതി. അതുപോലെ തന്നെ പ്രധാനമാണ് ഏതൊരു വർക്ക് ചെയ്യുന്നവർക്കും. പരാജയപ്പെട്ട് കിടന്നവർക്ക് പ്രസിദ്ധിയൊന്നും വന്നില്ല എങ്കിലും മാനാപമാനങ്ങളിൽ നിന്നും അവിഖ്യാതികളിൽ നിന്നുമൊക്കെ കരകയറി കൊടുക്കൽ വാങ്ങലിൽ വാക്ക് പാലിക്കാൻ പറ്റാതെ കിടക്കുന്ന വലിയ ദുരിതങ്ങളുള്ള വലിയ ജനാവലിയുണ്ട്. അവർക്ക് ഈ ദുരിതങ്ങളിൽ നിന്ന് കരകയറുവാൻ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ, തൊഴിൽ പുരോഗതി ഉണ്ടാകുവാൻ ധൈര്യത്തോടുകൂടി പുതിയ ഒരു സംരംഭം ആരംഭിക്കുക, അല്ലെങ്കിൽ സംരംഭം ആരംഭിച്ചത് പരാജയത്തിലാണ് പോകുന്നത് എങ്കിൽ വിജയത്തിലേക്ക് പുതിയ ഒരു കാൽവയ്പ് നടത്തുവാൻ പുതിയ ഒരു ശ്രമം, പുതിയ ഒരു സാങ്കേതിക വിദ്യയുടെ സഹായമോ മറ്റ് ഏതെങ്കിലും ഉപദേശങ്ങൾ തേടുകയോ പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ച് വിജയം വരിക്കുവാൻ സാധിക്കും. അത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും ബാധകമാണ്. മറ്റൊരാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് മികച്ച രീതിയിലുള്ള തൊഴിൽ രംഗത്തെ പ്രവർത്തനങ്ങൾ മൂലം അംഗീകാരങ്ങൾ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുക, മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മൊത്തത്തിൽ ഒരു സപ്പോർട്ട് കിട്ടുകയും ആ സപ്പോർട്ട് കിട്ടുന്നത് മൂലം അവർക്ക് നല്ല വിജയത്തിലെത്തിച്ചേർന്ന് ഒരു മനസമാധാനം ഉണ്ടാകുന്നതിനും മനസ്സ് പോസിറ്റീവ് ആകുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. അത് ബ്രോക്കറിങ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമൊക്കെ ഇത് അനുകൂലമാണ്. വളരെ അധികം സാമ്പത്തിക നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചിട്ടും വളരെ മോശമായ അനുഭവങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബ അംഗങ്ങളിൽ നിന്നോ ഒക്കെ ഉണ്ടായ ഒരു നക്ഷത്രക്കാരാണ് വൃശ്ചികം രാശിക്കാർ. അവർക്ക് അതിൽ നിന്ന് മുക്തരാകുവാനായിട്ട്
സാധിക്കും. വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുക. അതുപോലെ തന്നെ സഹായത്തിനായിട്ട് വായ്പ മേടിച്ചൊക്കെ പണം കടം കൊടുത്തവർ, അത് കിട്ടാതെ മാനസികമായി വിഷമിക്കുന്നവർ, മേടിക്കുന്ന ആൾക്കാരെ തരിക, അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ആ പണമൊക്കെ തിരിച്ചു കിട്ടുവാനൊക്കെ യോഗമുണ്ട്. വളരെ ഭാഗ്യം, അങ്ങനെ ധനാഗമന യോഗമുള്ള സമയമാണ്. ഒരു ലോട്ടറിയൊക്കെ എടുത്ത് പരിശോധിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. വൃശ്ചികം രാശിയുടെ ധനസ്ഥാനത്തിൻ്റെ അധിപനാണ് വ്യാഴം. ആ ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് ഉച്ചം ചെയ്ത് നിൽക്കുമ്പം ധനസ്ഥാനത്തേക്ക് രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ചൊവ്വ അത് ദൃഷ്ടി ചെയ്യും. വളരെ നേട്ടങ്ങൾ വന്നു ചേരേണ്ട അല്ലെങ്കിൽ അതിശയകരമായ വിജയങ്ങൾ വന്നു ചേരേണ്ട നല്ല സന്ദർഭമാണ്. ശുക്രനൊക്കെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ വളരെ പാരമ്പര്യമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു ധനം വന്നു ചേരുവാനും യോഗം. പാരമ്പര്യം എന്ന് പറയുമ്പം ജീവിത പങ്കാളിയുമായിട്ടോ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചെറിയ തുകകളോ വലിയ വലിയ തുകകളോ, അത് ഭൂമി സംബന്ധമായ ഭാഗം വെക്കൽ വഴിയോ ഒക്കെ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരു സഹായം ചെയ്തു, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഒരു സഹായം ചെയ്തു, അങ്ങനെയൊക്കെ ധനം വന്നു ചേരുവാനും യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൊവ്വയൊക്കെ അനുഗ്രഹിച്ച് നിൽക്കുന്നതാണ്. യുവാക്കളൊക്കെ അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ പൊക്കത്തിലൊക്കെ കയറുന്നവർ, സൈനികര്, അർദ്ധ സൈനിക വിഭാഗത്തിൽ അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ഫയർഫോഴ്സ് പോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ. വാഹനം അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല. സാഹസികമായിട്ടൊക്കെ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധ അനിവാര്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ ക്ഷമയും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പുരോഗതി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.